പറവൂർ ചേന്നമംഗലത്ത് 3 അംഗ കുടുംബത്തെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അയൽവാസിയായ ഋതു ജയനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനകം വൈദ്യപരിശോധന നടക്കും. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, വൈദ്യപരിശോധനയ്ക്കായി ഋതുവിനെ കൊണ്ടുവന്നോ? വൈദ്യപരിശോധനയ്ക്കായി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യപരിശോധനയ്ക്കായിട്ട് ഋതു ജയനെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് വടക്കേക്കര സ്റ്റേഷനിൽ നിന്ന് ഋതുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് നമ്മൾ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നിനും ഒരു മറുപടി പറഞ്ഞില്ല. അത് മാത്രമല്ല, ഷർട്ട് കൊണ്ട് മുഖം മറച്ചു പിടിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. ഈ കൊലപാതകം സംബന്ധിച്ച് പ്രതിക്ക് കുറ്റബോധമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഈ കൊലപാതകം നടത്തി പോലീസിന്റെ പിടിയിലായ ഋതു സ്റ്റേഷനുള്ളിൽ വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ടായിരുന്നു കണ്ടപ്പെട്ടത്. ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതായിരുന്നു നാട്ടുകാർ പറഞ്ഞത് സംബന്ധിച്ചുള്ള പരാതികളൊക്കെ കഴിഞ്ഞ നവംബറിൽ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കുടുംബം തന്നെ ഇയാളെ ചികിത്സയ്ക്ക് വിധേയനാക്കാം എന്നുറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ കൊലപാതക ശേഷം അയാൾ ഒരു തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളും കാണിച്ചിട്ട് വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ട് കാണപ്പെട്ടു. അത് മാത്രമല്ല, ചോദ്യങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് തന്നെയും വീട്ടുകാരെയും ഈ കൊല ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട വീട്ടുകാർ കളിയാക്കിയിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് താൻ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുകയാണ്. ഇതിനുശേഷം നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് റിമാൻഡിൽ പോകാനാണ് സാധ്യത. കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്നതാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശരി അരുൺ, പ്രതിയായ ഋതു ജയനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. തുടർന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം.